ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. ഒരു തീവണ്ടിപ്പാളവും റോഡും കൂടെ സന്ധിക്കുന്ന സ്ഥാനത്ത് കാവൽ നിന്നിരുന്ന റെയിൽവേ ജോലിക്കാരൻ ഒരു ദിവസം അർദ്ധരാത്രിയിൽ ശീഘ്രഗതിയിൽ പാഞ്ഞെടുക്കുന്ന തീവണ്ടിയും അതിനെതിരായി ഓടിവരുന്ന ഒരു മോട്ടോർ വാഹനവും കണ്ട് ബന്ധപ്പെട്ട് അപകട സൂചന കൊടുക്കുന്ന റാന്തൽ വിളക്ക് ഉയർത്തിവീശി. പക്ഷേ വലിയ അത്യാഹിതം സംഭവിക്കുക തന്നെ ചെയ്തു. ആ മോട്ടോർ വാഹനത്തിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ മരണപ്പെട്ടു. അതിനെ തുടർന്ന് ഈ കാവൽക്കാരൻ്റെ മേൽ ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടു. അവനെ വിസ്തരിച്ചു കൊണ്ടിരുന്നപ്പോൾ വാദിഭാഗം വക്കീൽ ചോദിച്ചു, സംഭവം നടന്ന സമയത്ത് അപകട സൂചന നൽകുന്ന വിളക്ക് നീ ഉയർത്തിപ്പിടിച്ചുവോ? അവൻ ഉത്തരം പറഞ്ഞു, ഉവ്, എനിക്ക് കഴിയും വിധത്തിൽ ഉയർത്തി തന്നെ പിടിച്ചിരുന്നു. കേസ് അവന് അനുകൂലമായി വിധിച്ചു. അവൻ ശിക്ഷ കൂടാതെ കോർട്ടിൽ നിന്നിറങ്ങി. അപ്പോൾ അവൻ്റെ പ്രതിഭാഗം വക്കീൽ അവനോട് രഹസ്യമായി ചോദിച്ചു, നീ വാസ്തവത്തിൽ വിളക്ക് ഉയർത്തിപ്പിടിച്ചിരുന്നു? അവൻ പറഞ്ഞു, സാർ, ഞാൻ വിളക്ക് ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് പരമാർത്ഥമാണ്. പക്ഷേ വിളക്ക് കത്തിച്ചിരുന്നില്ല. കാരണം എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ അക്കാര്യം മറന്നുപോയിരുന്നു. വാദിഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഞാൻ ശിക്ഷിക്കപ്പെടുമായിരുന്നു. പ്രിയമുള്ളവരെ, പല വിശ്വാസികളുടെയും ജീവിതത്തിൽ ഇപ്രകാരമുള്ള അനുഭവങ്ങളാണ്. ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടെന്ന് പറയുകയും തെളിയിക്കാത്ത വിളക്കുകളാണ് നാം മുൻപോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള അനുഭവമായിരിക്കും നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുക. ആകയാൽ ഈ ആഗമനത്തിൻ്റെ നാളുകളിൽ നമ്മെ തന്നെ ഒന്ന് പുനഃപരിശോധിക്കുവാനും വിശ്വാസത്തിൻ്റെ വിളക്കുകൾ തെളിയിച്ചുകൊണ്ടാണോ നാം മുൻപോട്ട് പോകുന്നതെന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദി, സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ കർത്താവേ, ദൈവമേ, ഇപ്പോഴത്തെ നിലയൊന്ന് പരിശോധിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. തെളിയിക്കാത്ത വിളക്ക് പോലെയാണ് ഞങ്ങളുടെ വിശ്വാസ ജീവിതമെങ്കിൽ ദൈവമേ, പ്രത്യേകിച്ച് ഈ ആഗമനത്തിൻ്റെ നാളുകളിൽ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുവാൻ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ഒന്നുകൂടെ തെളിയിക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശപൂരിതമാക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.